ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെല്ലാം ബോധവൽക്കരണമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ട പ്രോഗ്രാമാണ് ചെയ്യുന്നത് അല്ലേ? ഇന്നിവിടെ വന്നിരിക്കുന്നത് ശുചിത്വ മിഷന് വേണ്ടി ശുചിത്വത്തെ കുറിച്ച് പറയാനാണ് അല്ലേ? എന്തൊക്കെയാ പറയുന്നേ? പ്ലാസ്റ്റിക് കത്തിക്കരുത് മാഡം. പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്തുണ്ടാവുന്നറിയോ? പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാവുന്ന വിഷവാതകത്തിന്റെ പേരറിയാമോ? ഡയോക്സിൻ അല്ലേ? ഈ വിഷവാതകത്തിന് പ്രത്യേകതയുണ്ട്. നേരിട്ട് ശ്വസിച്ചാൽ ഉടനെ മൂക്കിൽ കഞ്ഞി കയറും. ഉടനെ നമ്മൾ മരിച്ചു പോയില്ലേ? ഓക്കെ. അപ്പോ ഈ വിഷവാതകങ്ങളെല്ലാം കത്തിച്ച് നമ്മൾ മുകളിലേക്ക് വിടൂലേ? വീടും. മുകളിൽ ചെല്ലുമ്പോൾ അന്തരീക്ഷം തണുത്തു കഴിയുമ്പോൾ അത് വീണ്ടും താഴേക്ക് വരും. താഴേക്ക് വന്ന് മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും. മനസ്സിലായോ? രാസവിഷമാണ്. അതിൽ നമ്മൾ കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ തരും. അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. നമ്മൾ കത്തിച്ചു കളഞ്ഞ സാധനം നമ്മളെ കൊണ്ട് തന്നെ തീറ്റിക്കും പ്രകൃതി. അതുകൊണ്ട് കത്തിക്കരുത്. ഇനിയിപ്പോ പ്ലാസ്റ്റിക്കിന്റെ കടലാസുകളൊക്കെ വലിച്ചെറിഞ്ഞ് കളയില്ലേ ചില ആളുകൾ? അതിനെന്ത് സംഭവിക്കും? മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം. അതൊഴുകി തോട്ടിലെത്തും. തോട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ ഉണ്ടാവില്ല. മിണ്ടരുത്.